കഴിഞ്ഞ കൊല്ലത്തെ പൂരം ദാന്ന് പറഞ്ഞു പോയ പോലെയുണ്ട്. ഒരു കൊല്ലം പോയ പോക്കേ. കഴിഞ്ഞ കൊല്ലത്തും ഇവിടെ പല ഡിസിഷൻസും പാളിപ്പോയി. പക്ഷെ ഇക്കൊല്ലം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണം ചോയേട്ടാ. നടന്നാ പോരടാ, നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങള്. നീ കണ്ടോ, കൊല്ലം നമ്മൾ പൊളിക്കും. ഇത് കഴിഞ്ഞ കൊല്ലം ജോയേട്ടൻ ഇവിടെ ഇരുന്ന് പറഞ്ഞതാ. ഗ്രീനോയെ, പണ്ട് ആദത്തിന്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, ഡാദം നീ ആപ്പിള് തിന്നണ്ടട്ടാ. കർത്താവ് വിചാരിച്ചു അവൻ ആപ്പിള് തിന്നില്ലാന്ന്. ആ കർത്താവിന്റെ വരെ ജഡ്ജ്മെന്റ് തെറ്റിച്ചവരാ നമ്മള് മനുഷ്യന്മാര്. ആ മനുഷ്യന്മാര് വിചാരിച്ച പിന്നെ എന്തുട്ടടാ നടക്കാത്ത? നത്തിങ് ഈസ് ഇമ്പോസിബിള്. നമുക്കൊരു ടൈം ഉണ്ടാ. എന്നാണാവോ? ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഫുൾ പോസിറ്റീവ് എനർജിയാണ്. ഈ പറമ്പിന് ചുറ്റിനൊരു സിറ്റി. പൂരം കഴിഞ്ഞാൽ ടൗൺ മുഴുവനൊരു പൂരപ്പറമ്പ്. ലോകത്ത് വേറെ എവിടെ ഉണ്ടാ ഇങ്ങനൊരു സെറ്റപ്പ്? ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് പോസിറ്റീവാടാ. നാളെ അപ്പാപ്പന്റെ കെട്ടൊന്ന് കഴിഞ്ഞോട്ടെ. കാര്യങ്ങൾ തല കുത്തി മറിയണ നീ കണ്ടോ? മറിഞ്ഞാ മതിയായിരുന്നു. പുണ്യാളാ, എന്തോ നിന്നല്ലടാ. ഇവരിത്തപ്പെട്ടപ്പോയി കിടക്കുക. ആ എന്നിട്ടാ കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലേ? ഒരു ശവാടക്കിന് പോണെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ അകത്തിടന്ന് കയറി പിടിക്കുക. ഒന്ന് വേഗമായി ചോദിട്ടാ. അമ്മാമ്മയുടെ കുഴിമാടത്തിന്ന് അപ്പാപ്പനെന്ന് വരണ്ടാ. എനിക്കിപ്പോ മുതല് മൂപ്പര് വേറൊരു മൂടില്ല. എന്റെ ആളെവിടെ? സാധനകത്തുണ്ട്. ആ ദേ ഇരിക്കണ്. ഈ പ്രാർത്ഥന എമ്പടിക്ക് അങ്ങനെ പോട്ടാ. ഒരു സെറ്റപ്പിൽ പിടിച്ചെടുത്തേക്ക ഞാൻ. ഇത് കഴിഞ്ഞിട്ട് മതിയെന്ന് പറ മൂപ്പരുടെ ശവാടക്കില്. ഒന്നും വിളിക്കുന്നേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് അപ്പാപ്പാ. വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വേണ്ടെന്നേ, അമ്മാമ്മയെ ഓർമ്മിക്കുന്നേ. അമ്മമ്മ മരിക്കുന്നതിന് മുമ്പ് അപ്പാപ്പനിട്ട് കൊടുത്ത മാലയാ. കണ്ട സ്നേഹം. പണയം വെക്കാൻ ചോദിച്ച തരുടി നിന്റെ മാല. അല്ല ആലിസണ്ണി പിള്ളേരൊന്നും വന്നില്ലേ പോളേട്ടാ? എന്തുകൊണ്ടാടാ ഈ കോലത്തിൽ അപ്പന്റെ രണ്ടാം കെട്ട് കാണാനാ? ഇവൻ ഒറ്റൊരുത്തനെ ഇതിന്റെ പിന്നില്. വെറുതെ ഇരുന്ന അപ്പനെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് നല്ല കാര്യം നടക്കാൻ പോണേന്റെ ഇടയില് ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് വെറുതെ ടെൻഷൻ ആക്കല്ലേ പോളിയാലേപ്പാ. ജോയേ, ആ ഇങ്ങടെ വന്നേ. ആ എന്തേ? എനിക്കൊരു നാണം. എന്തിട്ട്? ഗ്രേസിയെ കമ്പ്യൂട്ടറിലല്ലേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടല്ലേ നേരിട്ട് കാണാൻ പോണേ. അത്രേ ഉള്ളോ? അപ്പാപ്പനോട് ഇറങ്ങിയേ. ഇറങ്ങ. ആ അതന്നെ പോലത്തെ കളി വെച്ചോളോ. കയ്യമ്മ പിടിച്ചു വലിക്കില്ലെന്ന് കയ്യിന്ന് വിട്. ജീൻസ് ഇട്ട് ശീലമില്ലാത്തോണ്ട് ആകെ ഒരു ബുദ്ധിമുട്ട്. മുണ്ടെടുക്കാറുന്നല്ലോ. ഗ്രേസിക്ക് ജീൻസാ ഇഷ്ടം. എന്റെ ലുക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഇംപ്രഷൻ ഒക്കെ അല്ലേ? കംപ്ലീറ്റ് ഓക്കെയാണ്. ഇങ്ങോട്ട് വായോ. നിക്ക് ഒരു സെക്കൻഡ്. ഹന്നാമ്മ എല്ലാം പറഞ്ഞതുപോലെ നീ എന്നെ അനുഗ്രഹിക്കണം. ഗ്രേസി എവിടെയാ? അകത്തുണ്ട്, വെയിറ്റിംഗ് ആണ്. ഓഹോ, അമ്മാമ്മയുടെ ഓർമ്മമാല ഒരു പോക്കറ്റ് എന്തിനാന്ന് മനസ്സിലായി ചേച്ചിക്ക്. ആ ഓർമ്മ കഴിഞ്ഞൂന്ന്. ഇനി ഗ്രേസ് ചേച്ചിയുടെ ടൈം. ഗ്രേസി നാടകം കളിക്കാണ്ട് വന്ന് ഒപ്പിടണ്ട. ആരൊക്കെ സാക്ഷികള്? എന്താ റൈസാളെ പറയണേ? മിണ്ടണ്ടിരുന്നേ. മൂപ്പർക്ക് ഒരു ശവടക്കിന് പോണ്ടതാണ്. ഞാനും വെളപ്പനും കൂടി സാക്ഷി ഒപ്പിടാം. ഇവിടെ എന്തൊരു സുഖ. ഫസ്റ്റ് മാരേജിൽ കുട്ടികളുണ്ടാ? എന്താ കുട്ടികൾ വേണോ? കുട്ടികൾ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാടാ. എന്റെ സ്വഭാവത്തിന് ശരിക്കും അറിയില്ല. ഒരു രണ്ടാം കെട്ടുകാരന്റെ വിഷമം ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെ. എവിടെ ഒപ്പിടണ്ടേ? ഇവിടെ. ആ സോറി കേട്ടോ, മൂപ്പര് ആദ്യമായിട്ട് രണ്ടാമത് കെട്ടണേ, അതിന്റെ ടെൻഷനാ. എളുപ്പാ കേട്ടോ. ആരാ മരിച്ചേ? രജിസ്ട്രാറെ നൈബറാ. എന്തു പറ്റിയേ? ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നേ.
ഇന്നലെ ഇതുപോലെ ഇവിടെ വന്ന് സെക്കൻഡ് മാരേജിന് ഒപ്പിട്ട് പോയ ആളാ വീട്ടിലെത്തിയില്ല അപ്പോഴേക്കും കഴിഞ്ഞു. അയ്യോ എന്താ പാപ്പ? എനിക്കൊന്നുമില്ല. ആ ചെറ്റയോടൊന്ന് വായടയ്ക്കാൻ പറ. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ പന്നി. ഒന്നുമില്ല, പെണ്ണ് കിട്ടിന്റെ അസൂയ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ് ഗ്രേസി. ഒരു ഏജ് കഴിഞ്ഞ് റെഗുലർ ചെക്കപ്പ് ചെയ്യണം. എല്ലാവർക്കും അവർ ഹെൽത്തി ആയിട്ട് തോന്നും, അതാ പ്രോബ്ലം. ഓ, ഒരു നേഴ്സിനെ കെട്ടിയോണ്ടുള്ള ഗുണം കണ്ട അപ്പാപ്പ. അപ്പാപ്പന്റെ ലൈഫിലേക്ക് കേറി വന്നിട്ടുള്ള മാലാകയാണ് ഗ്രേസി അമ്മ. ദേ, ഞാൻ ഇത് ഉടക്കി വിട്ടോ. ആവശ്യം കിട്ടാ ഈ അപ്പാപ്പന്റെ കാര്യം. ഇനി എല്ലാരും മധുരം കഴിച്ചേ. ആഘോഷമായിട്ട് പള്ളിയിൽ വെച്ച് നടത്തുന്ന ചടങ്ങായിരുന്നു അല്ലേപ്പാ? ഓ തന്നെ എനിക്കാനുള്ള ശക്തിയൊക്കെ എനിക്കുണ്ട്. ഉവ്വ. ആ. എന്റെ അമ്മേ, കുറച്ച് കഴിക്ക്. ഇതൊരു ചടങ്ങല്ലേ? നോക്കിയാ ഇത് പൂരപ്രാന്തനാട്ടാ. നിങ്ങള് സൗത്ത് ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണ നമ്മുടെ തൃശ്ശൂർ പൂരമായിരിക്കും അല്ലേ പാപ്പ? ഹോളിയളപ്പനെ സമ്പോട്ടും പിടിച്ചിട്ടില്ലേട്ടാ. വയസ്സാവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും ടൈമില്ലല്ലോ. നമ്മളെന്തായാലും അപ്പാപ്പന്റെ കൂടെയാടി. അവസാന കാലത്ത് അപ്പാപ്പനെ നോക്കിയെന്നും പറഞ്ഞ് തറവാട് വീട് ഒറ്റയ്ക്ക് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് എളപ്പന്. അത് ഞാൻ സമ്മതിക്കില്ല. ഇതിപ്പോ അടുത്ത മാസം അമ്മാമ്മയുടെ കൂടെ അപ്പാപ്പൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകും. അപ്പൊ വീട് ഭാഗം വെക്കണ്ടേ? എന്റെ കർത്താവേ, തൃശ്ശൂര് മാത്രം ജീവിച്ചാ പോരെ, ലോകം മുഴുവൻ കാണണമെന്ന് പറഞ്ഞ അപ്പാപ്പനെ കൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിപ്പിച്ചത് ഇതിനായിരുന്നല്ലേ? പിന്നല്ലാണ്ട്. നിന്നെ കെട്ടി പോലത്തെ അബദ്ധം ഇനി ഞാൻ ചെയ്യില്ലേട്ടാ. പണി പാൽവെള്ളത്തിലാ. ഡേയ്, നീ വേഗം റെഡി ആയിക്കോ. പിന്നെ ഞാൻ ഓഫീസിൽ വിടാം. പിന്നെ വണ്ടി ഞാനൊന്നും എടുക്കൂട്ടോ. ഫാക്ടറിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാവേ. ഡേയ്, നീ ആ ബ്ലൂ കുർത്തിട്ടോ. അതാവുമ്പോ നിനക്ക് നന്നായിട്ട് ചേരും. പോവാം. ഹായ്, ഞാൻ പറഞ്ഞില്ലേ നന്നാവുന്ന്. ഗംഭീരായിട്ടുണ്ടേ. അതെ, നിന്നെ ഞാൻ വന്ന് വൈകുന്നേരം പിക്ക് ചെയ്താലോ? വരുവോ? പിന്നെന്താ, വരൂലോ. കളർ വെച്ചിട്ടുണ്ടാ നീ? അതെ, ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5,000 മണീസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്നതാ ജോയ് ഇത്? വാടക കൊടുക്കാൻ വെച്ചിരുന്ന പൈസ അത്. കോട്ടയത്ത് നിന്ന് വന്നിട്ട് ഇത്ര നാളായി, ഇപ്പോഴും എന്നതാ ജോയി ചെയ്ത്. തമാശ കള ജോയ്. ഡേ നിക്ക്, ഈ വാടക 1-ാം തീയതി കൊടുത്താ പോരെ? അതിനു മുമ്പ് തിരിച്ചു തരാന്ന്. നോക്കിയേ, ഫാക്ടറിയിൽ കൂലി കൊടുത്തിട്ടില്ലേ. അപ്പൊ ഇതിനായിരുന്നു ഈ കള്ള സ്നേഹം അല്ലേ? ദേ, എന്റെ സ്നേഹത്തിന് മാത്രം നീ ചോദ്യം ചെയ്യരുതിട്ടാ. നമ്മള് ഇന്നോവേറ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോ ബിഗിനിങ് സ്റ്റേജിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നമുക്കൊരു ടഫ് പീരീഡ് ആണ്. ബട്ട് വൺ ഡേ വരും. നീ നോക്കിക്കോ മോളെ, നമ്മുടെ പുണ്യാളൻ അഗർബത്തീസ് ക്ലിക്ക് ആവും. ഇത് ഞാൻ കൊറേ ആയി കേട്ടു തുടങ്ങിയിട്ട്. ബാങ്കിൽ നിന്ന് കുര്യൻ സാർ വിളിച്ചിരുന്നു ഇന്നലെ. ജോയ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അയാൾ ആള് ശരിയല്ലടി. 4 വട്ടത്തെ EMI മുടങ്ങിയെന്നും പറഞ്ഞ് 40 വട്ടം വിളിക്കും. വൃത്തിയാട്ടവൻ. മനുഷ്യരെ കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടൊക്കെ വേണ്ടേ? നീയൊക്കെ തരണ പോലെ. സാറിനെ ചെന്നൊന്ന് കണ്ടേക്ക്. അപ്സെറ്റ് ആയിട്ടാ വിളിച്ചിരുന്നേ. സാറിന് റിസ്കി തന്ന ലോണല്ലേ? കാണാടി. വീട് ജോയ്, എനിക്ക് പോവാൻ ലേറ്റ് ആയി. ഇതൊക്കെയല്ലേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. മാസായിട്ടാ. അപ്പാപ്പന്റെ കെട്ടൊക്കെ കഴിഞ്ഞ? അതൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞു. ജോയിയുടെ ചന്ദനത്തിന് സംഭവം കൊള്ളാട്ടാ. നല്ല മണം. കത്തിച്ചവന് ഒറ്റ കൊതുവില്ല. അതാണ് നമ്മളെ അമ്മാതിരി ടെക്നോളജി അല്ലേ പിടക്കണ ശാന്തേച്ചിയെ. എന്നാ ഒരു 5-6 പാക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടാ ജോയിയെ, വീട്ടുകാർക്കൊക്കെ കൊടുക്കാലോ. അയ്യോ, കുറച്ച് ദിവസത്തെ ഡിലേ വരൂട്ടാ. കാരണം റോ മെറ്റീരിയലിന് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട്. ദേവസായിട്ടുള്ള കേസ് തീർന്നിട്ടില്ലല്ലോ. ശരി എന്നാ പിന്നെ വൈകിട്ട് കാണാട്ടാ. കാണാപ്പോ. എന്താ ഈ റോ മെറ്റീരിയൽസ്?